പഴയ നിയമത്തിൽ സഭ ഇസ്രായേൽ സഭയെ കുറിക്കുന്നുണ്ട്. ഏദാഹ്, കാഹൽ എന്നീ എബ്രായ പദങ്ങളെയും എക്ലീസിയ, സുനഗോഗി എന്നീ ഗ്രീക്കു പദങ്ങളുമാണ് സഭയെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ദൈവജനം എന്ന നിലയ്ക്ക് ഇസ്രായേൽ മക്കൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് സഭ. ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിനോ ഉത്സവത്തിനോ കൂടി വരുന്നതും സഭയാണ്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 65-ാമത്തെ വാക്യത്തിലും ആവർത്തനം 23-1 അതിൻ്റെ സൂചനയുണ്ട്. പരിച്ഛേദനം കഴിഞ്ഞ എല്ലാ എബ്രായരും സഭയിലെ അംഗങ്ങളാണ്. ആയുധമെടുക്കുവാൻ കഴിവ് ലഭിക്കുന്നത് മുതൽ സഭാ നടപടികളിൽ പങ്കെടുക്കും. വ്യക്തി എന്ന നിലയിൽ ആർക്കും രാഷ്ട്രീയ അവകാശമില്ല. ഭവനത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ അംഗമെന്ന നിലയ്ക്കാണ് ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ അവകാശം ലഭിക്കുന്നത്. കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും തലവന്മാരെ മൂപ്പനെന്നും പ്രഭുവെന്നും വിളിക്കും. മുഴുവൻ സഭയുടെയും പ്രതിനിധിയാണ് മൂപ്പന്മാർ. മൂപ്പന്മാരെ വിളിച്ചുകൂട്ടുന്നത് മഹാപുരോഹിതനായിരിക്കും. മൂപ്പന്മാരുടെ സംഘമാണ് നിയമ നിർമ്മാണ സഭ അഥവാ പാർലമെൻറ്റ്. ഈ പാർലമെൻറ്റിനായിരുന്നു പരമാധികാരം. യുദ്ധം പ്രഖ്യാപിക്കുക, ന്യായാധിപന്മാർ 20-ാം അധ്യായം 11 മുതൽ 14 വരെ. സമാധാനം ഉണ്ടാക്കുക, ന്യായാധിപന്മാർ 21-13 മുതൽ 20 വരെ. ഉടമ്പടി ചെയ്യുക, യോശുവ 9-15 തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ മൂപ്പന്മാരുടെ സംഘമാണ് ചെയ്തിരുന്നത്. സൈന്യാധിപന്മാർ, രാജാക്കന്മാർ തുടങ്ങിയവരെയും ഈ സംഘം തെരഞ്ഞെടുത്തിരുന്നു. 1 ശമൂവേൽ 10-17, 2 ശമൂവേൽ 5-1, 1 രാജാക്കന്മാർ 12-20. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരുടെ പ്രവൃത്തികളെ അംഗീകരിക്കുവാൻ ജനം ബാധ്യസ്ഥരായിരുന്നു. കനാൻ ആക്രമണത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുവാൻ മാത്രമേ സഭ കൂടിയിരുന്നുള്ളൂ.